കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന അവൾ ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ പഠനത്തിനായി പോയ മലയാളി പെൺകുട്ടി. എന്നാൽ സ്വപ്നങ്ങളെല്ലാം കരഞ്ഞു വീണത് ഒരു ക്രൂരമായ കൊലപാതകത്തിലായിരുന്നു. സാവരിയ ബസന്ത്, ആ പേര് ഇപ്പോൾ കേരളം വേദനയോടെയാണ് ഓർക്കുന്നത്. വെറുമൊരു കൊലപാതകമല്ല ഇത്, മറിച്ച് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു ക്രൂരകൃത്യമാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പുറത്തുവരുന്ന ഓരോ വിഷയങ്ങളും മലയാളികളെ ഞെട്ടിക്കുന്നതാണ്. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു? ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകൾക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. സാവരിയ ബസന്തിൻ്റെ വീട്ടിലെത്തിയ ശശികല ടീച്ചർ പങ്കുവച്ച വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. പുറം ലോകം അറിഞ്ഞതിനേക്കാൾ വളരെ ഗൗരവമുള്ളതാണ് ഈ വിഷയം. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ കുട്ടി തടങ്കലിലായിരുന്നുവോ എന്ന ശക്തമായ സംശയം കുടുംബം ഉന്നയിക്കുന്നു. അവസാന 2 ദിവസം അച്ഛൻ മകളെ വിളിച്ചപ്പോൾ ലഭിച്ചത് ഫോൺ കോളുകളായിരുന്നില്ല, മറിച്ച് ടെക്സ്റ്റ് മെസ്സേജുകൾ മാത്രമായിരുന്നു. ഇത് ആ കുട്ടിയായിരുന്നോ അയച്ചത്, അതോ കൊലപാതകി ഫോൺ കൈക്കലാക്കി മെസ്സേജ് അയക്കുകയായിരുന്നോ? ഈ ചോദ്യം ബാക്കിയാണ്. മകളുടെ ശബ്ദം പോലും കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവസാന നാളുകളിൽ ആ പിതാവ് കഴിഞ്ഞുകൂടിയത്. ഉസ്ബെക്കിസ്ഥാനിൽ സന്ദർശനം നടത്തിയ ബന്ധുക്കൾക്ക് നേരിടേണ്ടി വന്നത് വളരെ വിചിത്രമായ സാഹചര്യങ്ങളാണ്. അവിടുത്തെ പ്രാദേശിക ആളുകൾ പോലും ഈ കേസ് ഒതുക്കി തീർക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു എന്നത് ഈ കൊലപാതകത്തിന് പിന്നിലെ വലിയ ഗൂഢാലോചന എന്നാണ് വിരൽ ചൂണ്ടുന്നത്. പ്രതിക്ക് അസാമാന്യമായ സ്വാധീനമുണ്ട്. ഇത് പണത്തിൻ്റെ സ്വാധീനമാണോ അതോ മതപരമായ എന്തെങ്കിലും ബന്ധമാണോ എന്നത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അവിടുത്തെ അധികൃതർ പോലും പ്രതിയെ സംരക്ഷിക്കാനുള്ള എന്തോ ഒരു ബാധ്യതയുണ്ട് എന്ന് വേണം കരുതാൻ. അത്ര വേഗത്തിൽ ഒരു കൊലപാതകത്തിന് ശേഷം ഒത്തുതീർപ്പിനായി ആളുകൾ എത്തുന്നു എന്നത് യാദർച്ഛികമല്ല. വിഷയത്തിൽ മതപരിവർത്തനത്തിൻ്റെ സാധ്യതകൾ കുടുംബം തള്ളിക്കളയുന്നില്ല. നിരന്തരമായി പ്രതിയും കുടുംബവും സാവരിയയെ ഫോണിൽ വിളിക്കുമായിരുന്നു. അധ്യാപികയായ പ്രതിയുടെ അമ്മ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കാളികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനാലാണ് പ്രതിയുടെ മാതാപിതാക്കളെ കൂടി ഈ കേസിൽ കക്ഷി ചേർത്ത് അന്വേഷണം നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത്. ഏറ്റവും ഗൗരവകരമായ മറ്റൊരു വിഷയം, അന്വേഷണത്തിൻ്റെ ഭാഗമായി സൂക്ഷിക്കേണ്ട നിർണായകമായ തെളിവുകൾ പോലും അധികൃതർ നശിപ്പിച്ചു. കൊലപാതകത്തിന് ഉപയോഗിച്ചെന്ന് കരുതപ്പെടുന്ന ലാപ്ടോപ്പ് പോലും കുടുംബത്തിന് തിരികെ നൽകി. ആ പെൺകുട്ടി അവസാനമായി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാതെ പാക്ക് ചെയ്ത് നൽകി. ഇത് തെളിവുകൾ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമല്ലേ? പ്രതിയെ രക്ഷിക്കാൻ അവിടുത്തെ അധികൃതർ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന ഭയവും ഇപ്പോൾ ശക്തമാണ്. ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഉണ്ടാകണം. ഒരു മലയാളി പെൺകുട്ടി അന്യരാജ്യത്ത് ഇത്ര മൃഗീയമായി കൊല്ലപ്പെട്ടിട്ടും വേണ്ടത്ര ശ്രദ്ധ ഈ വിഷയത്തിന് ലഭിക്കുന്നില്ല എന്നത് വേദനിപ്പിക്കുന്നു. ഡൽഹിയിൽ ഒരു വ്യക്തി മരിച്ചപ്പോൾ നേരിട്ട് ഇടപെട്ടവർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു? പ്രതിക്ക് വേണ്ടി പണം പിരിക്കാനും അധികാരം ഉപയോഗിക്കാനും ആളുകൾ എത്തിയേക്കാം. എന്നാൽ സാവരിയ ബസന്തിന് നീതി ലഭിക്കുന്നതുവരെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെടും. സാവരിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയില്ല, പക്ഷേ കൊലപാതകിയെ പരമാവധി ശിക്ഷയ്ക്ക് വിധേയമാക്കി ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകരുത്. സത്യങ്ങൾ പുറത്തു വരണം. ഓരോ മലയാളിയിലും ഈ സംഭവം വലിയൊരു ചോദ്യചിഹ്നം അവശേഷിപ്പിക്കുന്നുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.